ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ ചുമരുകൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന കാലം ഇത്. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ഇല്ല ഗോപാലേട്ടാ, ഇതിനി എങ്ങനെയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ സൂചനകളും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പിള്ളയും കമലിനെയും പൊന്നിയെയും കൂട്ടിന് കിട്ടുമെങ്കിലും രോഹിത്തിന്റെ ഒരു കണ്ണ് എല്ലായിടത്തും ഉണ്ടാവണം. ശ്യാമേ, നമ്മുടെ വിളക്കുകളൊക്കെ തേച്ചു മിനുക്കി എടുക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. പൂജാ സാധനങ്ങളുടെ ലിസ്റ്റിൽ നോക്കി വാങ്ങിക്കാൻ പറ്റുന്നതൊക്കെ വാങ്ങണം. എന്തും ചെയ്യാൻ ഈ ഒരു രാത്രിയെ നമ്മുടെ മുന്നിലുള്ളൂ. നാളെ രാവിലെയാ ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. സത്യമേ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വിളക്കുക ഇവിടെ തന്നെയുണ്ട്. ഒന്ന് കഴുകി തുടച്ചെടുക്കണമെന്നേ ഉള്ളൂ. സത്യമേ, അതെ, ഇവിടെ കൂട്ടിരിക്കുന്ന ചവറുകളൊക്കെ ഇവിടെ ഇട്ട് കത്തിക്കണോ അതോ മാറ്റിയിട്ട് കത്തിക്കണോ? സത്യമേ, നീ കണ്ടില്ലേ ശ്യാമേ, സത്യമ്മ പഴയ സത്യമ്മയിലേക്ക് തിരിച്ചെത്തിയിരിക്കുക. സത്യമ്മയുടെ വരവോടെ പഴയ ഐശ്വര്യമാണ് ഈ വീട്ടുമുറ്റത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്കും ഐശ്വര്യത്തിലേക്കും തിരിച്ചു പോവും, അത് ഉറപ്പാ. അത് രോഹിത് പറഞ്ഞത് വളരെ ശരിയാ. സത്യമ്മ വീട്ടിൽ കാലുകുത്തിയപ്പോ തന്നെ ഉറങ്ങിക്കിടന്ന ഈ വീട് ഉണർന്ന പോലെ തോന്നില്ലേ? ഒരു പുതു വെളിച്ചം വന്ന പോലെ. ഞാനിപ്പോ കാണുന്നത് പഴയ സത്യമ്മ തന്നെയാ, ഈ വീട് ഭരിച്ചിരുന്ന സത്യമ്മേ. ആ കമല, നാളെ മുതൽ ഇവിടെ നടക്കാൻ പോകുന്നതേ നമ്മുടെ രണ്ടാം വരവിലെ ജീവിതമാ. ഇവിടെ പൂജകൾ നടക്കും, ഗണപതി ഹോമം നടക്കും, സർവൈശ്വര്യ പൂജകളും ഇവിടെ നടക്കും. എല്ലാത്തിനും രോഹിത്തിനെ സഹായിച്ചുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അല്ല, എനിക്കിപ്പോ ഓട്ടോ ഓടിക്കണ്ടേ? ഓട്ടോ ഓടി കിട്ടുന്ന കാശ് വൈകുന്നേരം ആവുമ്പോ നിന്റെ കയ്യിൽ കിട്ടും. എന്താ പോരെ? എങ്കിൽ ഡബിൾ ഓക്കെ. അല്ല, ഈ ഒരുക്കങ്ങൾ നടത്തുന്ന പൂജ ചെയ്യുന്നത് എന്തിനാ? അല്ല, ഇവിടെ വല്ല ആഘോഷം നടക്കാൻ പോകുന്നുണ്ടോ? അപ്പോഴേ നീയൊന്നും അറിഞ്ഞില്ലേ? എടാ, ഞാന് രാഘവേട്ടനും കൂടെ ഒരിക്കൽ കൂടി അങ്ങ് വിവാഹം കഴിക്കാൻ പോവാ. വിവാഹോ? വല്ല ഷഷ്ടിപൂർത്തി ആഘോഷമായിരിക്കും. എന്തായാലും നമുക്കിപ്പോ പണിയായി. നല്ല വെടിപ്പായിട്ട് പണികൾ തീർത്തോ. കാശിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. സത്യമേ പറഞ്ഞിരിക്കുന്നേ, പഴയ സത്യമ്മ. രോഹിത്തെ, ഇവിടെയെല്ലാം പഴയതിനേക്കാൾ നന്നായി ഒന്നുകൂടി ഒന്ന് ഒരുക്കണം. ആ ഷോക്കേസ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുറച്ചുകൂടെ ഭംഗിയുള്ളത് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കണം. ഓ, സോഫയിലൊക്കെ നല്ല കവറുകൾ വാങ്ങിയിടണം. കളക്ടറെ കാണാൻ വേണ്ടി ആരെങ്കിലും തിരക്കി വരുമ്പോഴേ നമുക്ക് സിറ്റൗട്ട് ഉപയോഗിക്കാം അല്ലേ? ആ പത്രക്കാരനോടെ പത്രം ഇടുന്ന കാര്യം പറയണം. കളക്ടറെ കാണാൻ വരുന്നവര് പത്രം വായിച്ചിരിക്കട്ടെ. എന്താ? ഓ, വിഷ്ണുവിന് പണ്ട് മുകളിലത്തെ മുറിയായിരുന്നു ഇഷ്ടം. അപ്പൊ നമുക്ക് ആ പഴയ മുറി തന്നെ വിഷ്ണുവിന് ശാലിനിക്കും ബെഡ്റൂം ആയിട്ട് കൊടുക്കാം. അവരവിടെ താമസിക്കട്ടെ അല്ലേ? നമുക്കിവിടുത്തെ താഴത്തെ മുറികളൊക്കെ ഉപയോഗിക്കാം അല്ലേ? കുഞ്ഞേച്ചിക്ക് വേണ്ടിയാണ് ഇപ്പൊ ഈ വീട് ഒരുങ്ങുന്നത്. സത്യമ്മ ആകെ മാറിയിരിക്കുന്നു. ഇത്രയും സ്നേഹം സത്യമ്മയ്ക്ക് കുഞ്ഞേച്ചിയോട് ഉണ്ടായിരുന്നോ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിഷ്ണു കിടക്കുന്ന ആ റൂമിന്റെ അടുത്തായിട്ടേ സത്യമോൾക്ക് സ്റ്റഡി റൂം ഒരുക്കാം. അച്ഛനും അമ്മയും അപ്പുറത്ത്, മോളിപ്പുറത്ത്. അവിടെ നമുക്ക് സത്യമോളുടെ പഠന സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കാം.
എന്താ ശ്യാമേ, ആ മുറി നമുക്ക് സത്യമോൾക്ക് കൊടുത്തുകൂടെ? ആ കൊടുക്കാൻ സത്യമേ. അവിടെ ആവുമ്പോ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. രോഹിത്തെ, ഒന്നിങ്ങ് വന്നേ. കുഞ്ഞേച്ചിയുടെയും സത്യമോളുടെയും കാര്യങ്ങൾ മാത്രമാ സത്യമ്മ പറയുന്നത്. പപ്പയുടെ കാര്യം പറയുന്നതേ ഇല്ല. രോഹിത്ത് ഞാനും മോളും ഒക്കെ ഈ വീട്ടിലൊരു അധികപ്പെട്ടായിട്ട് മാറുമോ? സത്യമ്മയുടെ രീതി കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നുമില്ല. ഗോപാലേട്ടാ, ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ പയ്യന്റെ ശാപമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ശാപത്തിൽ നമ്മളെല്ലാരും ഒരുങ്ങിത്തീരണോന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നാ നീ പറഞ്ഞോണ്ട് വരുന്നത്? ഒന്നും സംഭവിച്ചില്ലേ? ഒന്നും സംഭവിച്ചില്ല. ശവത്തിന്റെ മണവും പിടിച്ച് ഒരു പോലീസ് നായ വീട്ടിന് മുറ്റത്ത് വന്ന് കയറിയില്ലേ? കയ്യില് വിലങ്ങ് വരെ വീണില്ലേ? ജയിലിന്റെ പടിവാതിക്കൽ ഇപ്പോഴും നമുക്ക് വേണ്ടി തുറക്കാൻ കാത്തു നിൽക്കുന്ന ജയിൽ മുറി സ്വപ്നം കാണാത്ത ഏതെങ്കിലും ഒരു രാത്രി നമുക്കുണ്ടോ ഗോപാലേട്ട? ഇല്ല. കണ്ണടച്ച ചോരെ കുളിച്ചു കിടക്കുന്ന ആ നസീറിന്റെ രൂപം മനസ്സിൽ. ഇപ്പതേ ഒടുവിൽ ഒരു അമ്മയുടെ കണ്ണുനീര് നമ്മുടെ വീട്ടുമുറ്റത്ത് വീണു. അവരുടെ മുഖത്തേക്ക് നോക്കാനോ കണ്ണുകളിലേക്ക് നോക്കാനോ എനിക്ക് കെൽപ്പില്ലായിരുന്നു. ഇല്ലെങ്കിൽ അവർക്ക് മുന്നിൽ നമ്മൾ തെറ്റുകാരാ. അവരുടെ മകനെ കൊന്നവരാ. ശാരദ, നീ ഇത് എന്ത് ഭാവിച്ചാ? നമ്മുടെ വീടാ ശരി തന്നെ, പക്ഷെ നമ്മുടെ ചുമരുകൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന കാലം ഇത്. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ഇല്ല ഗോപാലേട്ട, ഇതിനി എങ്ങനെയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ സൂചനകളും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്.